ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെയറർ വിസ ഓപ്പൺ ആയ സമയത്ത് ഞാൻ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇൻ്റർവ്യൂ ടെക്നിക്സും എങ്ങനെ കെയർ ഹോംസ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അറ്റ് ദ മോമെൻറ്റ് UK ക്ലോസ്ഡ് ആണെന്ന് പറയുന്നു. പക്ഷേ സ്റ്റിൽ നമുക്ക് നേഴ്സുമാരുടെയും കെയർമാരുടെയും വേക്കൻസീസ് പലയിടത്തും ഉണ്ടാകാറുണ്ട്. നേഴ്സിംഗ് ഹോമിൽ NHSകളിൽ വരാറുണ്ട്. അപ്പോൾ അതിന് പല കാൻഡിഡേറ്റ്സ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പം ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പല കാൻഡിഡേറ്റ്സിനും പേടിയാണ്, അതാണ് രസം. അപ്പോൾ ഇൻ്റർവ്യൂ ആങ്സൈറ്റി, അപ്പം ഇൻ്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കാട്ടും കൂടുതൽ ഞാനടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇൻ്റർവ്യൂ ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കാം, അല്ലെ ഇൻ്റർവ്യൂന്ന് കേൾക്കുന്നതിന് മുന്നിലുള്ള ആ പേടി, അതിനെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മെയിൻലി പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻ്റർവ്യൂ നമ്മളത് എന്തിനാണ് ഒരു എംപ്ലോയർ ഇൻ്റർവ്യൂ വെക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി പേടി തന്നെ മാറും. അത് നമ്മളെ ട്രാപ്പ് ചെയ്യാനോ നമ്മളെ പേടിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല ഒരു എംപ്ലോയർ ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത്. അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിൽ സെറ്റ് ആ ജോബിന് പറ്റിയതാണോ എന്നൊരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ഹെൽപ്ഫുൾ ആണ്. അപ്പം പിന്നെ ഇതൊരു അതിനൊരു ഇൻഫോർമൽ ഒരു ടോക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പകുതി പേടി മാറും. നെക്സ്റ്റ് തിങ്, അത് നമ്മുടെ പർപ്പസ് ഓഫ് ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിരിക്കണം. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ ആ എംപ്ലോയർക്ക് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ടീമിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റോടാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ കുറേ ആങ്സൈറ്റി കഴിഞ്ഞു. പിന്നെ കുറച്ച് പ്രിപ്പറേഷൻ, ഡെഫിനറ്റ്ലി പ്രിപ്പറേഷൻ ഒരു മെയിൻ ഫാക്ടറാണ്. പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, എന്തിനാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ആ ഒരു എയിം മനസ്സിൽ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ കുറേ പേടി മാറും. പിന്നെ ഇൻ്റർവ്യൂ ടെക്നിക്സിലേക്ക് പോകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം, ഒന്ന് റിവൈസ് ചെയ്യുക. പലപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം, ഈ കാൻഡിഡേറ്റ്സ് വരുന്നതെല്ലാം ഒരുപാട് സ്കിൽഡാണ്, അവർ വർക്ക് ചെയ്യുന്നത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ട്, സ്ട്രഗിൾ ചെയ്യും. പ്രത്യേകിച്ച് UK ഇൻ്റർവ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഇൻ്റർവ്യൂ എന്ന് പ്രിപ്പയർ ചെയ്യുന്ന അതൊരു പ്രത്യേക സ്കില്ലാണ്, അത് സോഫ്റ്റ് സ്കില്ലാണ്. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം പലരുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ശരി കൊടുക്കില്ല എന്നുള്ളൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ലാത്തൊരു പ്രശ്നമാണ്. ആ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക, അതിനുള്ള ഗോളുകൾ, എന്തിനാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ചെയ്യുക. അതിൽ സ്റ്റാർ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. എല്ലാ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് സ്റ്റാർ ബേസ്ഡ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ സ്കില്ലോ നോളജോ എക്സ്പീരിയൻസോ അല്ല ഞാൻ കാണുന്ന പല കാൻഡിഡേറ്റിൽ. ലാക്ക് ഓഫ് കോൺഫിഡൻസും പിന്നെ ആ ഒരു പേടി, ആങ്സൈറ്റിയാണ് പലപ്പോഴും ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഇതിനെ ഒരു ഗെറ്റ് ടുഗെദറായിട്ട് കാണുക. പിന്നെ നമ്മൾ പൊതുവേ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുമോ, അല്ലെ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പം ഒരു ഫ്രണ്ടിനെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ പോയി കാണാറുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങളെ ഒന്ന് കാമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എംപ്ലോയറിനെ ഒന്ന് കണ്ടറിയുന്നു. അപ്പോൾ അവർ നമ്മളെ പറ്റി അറിയുന്നു, നമ്മൾ അവരെ പറ്റി അറിയുന്നു. അപ്പോൾ ഇതൊരു ശരിക്കും ഫേസ് ടു ഫേസ് ഒരു ഡിസ്കഷനാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുള്ളത്, നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, അവർ നമ്മളോട് ചോദിക്കാം. അപ്പം ബേസിക്കലി എംപ്ലോയർ നമ്മുടെ സ്കിൽസ് അസസ് ചെയ്യുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലാതൊരു നമ്മളെ പീനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്കുള്ള ആങ്സൈറ്റി ശരിക്കും ആ എംപ്ലോയർക്കും ഉണ്ട്. കാരണം അവർക്കൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എടുക്കുന്ന ആൾ നമ്മുടെ ടീമിന് സൂട്ടബിൾ ആയിരിക്കുമോ അല്ലയോ, ഇവർ സേഫ് ആയിരിക്കുമോ, സേഫ്റ്റി ഒരു മേജർ കൺസേൺ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഇൻ്റർവ്യൂസിനെ പറ്റി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെ എന്തൊക്കെയാണ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്തത് ആങ്സൈറ്റി എങ്ങനെ മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയും വേണ്ട, കൂളായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ബാക്കി നമുക്ക് മറ്റുള്ള വരുന്ന വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.